Yes, students, sorry for the premature termination of the previous session. Actually, what happens is that escape key അടിക്കുമ്പോൾ the whole video recording software goes. So, and I press escape key. So, we're going to see about how enzymes work. Okay. So, there are various concepts associated with how enzymes work. Okay. So, first of all, let me tell you about a concept which is the Fisher's lock and key model. These are old hypotheses, okay? There are അതായത് നമ്മളിപ്പോ പറഞ്ഞില്ലേ എൻസൈം സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യും. അപ്പൊ സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യുന്നതിനുള്ള മെക്കാനിസം പറയുന്ന രണ്ട് പഴയ പ്രപ്പോസൽസ് ആണ്. ഒന്ന് എമിൽ ഫിഷർ ഇൻ 1898 or something proposed lock and key model. അപ്പൊ ഈ ലോക്ക് ആൻഡ് കീ മോഡൽ അനുസരിച്ച് the interaction of substrate and enzyme is according to this hypothesis. അതായത് that takes place at the active site in a similar way that resembles a key to a lock. Okay, ഇത് ആണ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യാറുള്ളത്. അപ്പൊ സബ്സ്ട്രേറ്റും എൻസൈമും കൂടി ഒരു ലോക്കും കീയും പോലെ വർക്ക് ചെയ്യും എന്നാണ് പറയുന്നത്. ഇതിന് ഇന്റർമോളിക്കുലർ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തസിസ് ആയിട്ടും കണക്കാക്കും. Okay, ഇതൊക്കെ പഴയ ഹൈപ്പോത്തസിസ്. ഐ എം കമ്മിങ് ടു വാട്ട് ഇസ് ആക്റ്റീവ് സൈറ്റ് ആക്ച്വലി. സോ ഫിഷേഴ്സ് ലോക്ക് ആൻഡ് കീ മോഡൽ is like a lock and key. പക്ഷെ ഇതിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഒരു താക്കോല് വെച്ചിട്ട് ഒരു താഴല്ലേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോ ഇതിനകത്ത് നമ്മളിപ്പോ ആദ്യത്തെ സ്റ്റെപ്പ് ഓഫ് ഗ്ലൈക്കോലൈസിസ് തന്നെ എടുത്താൽ അവിടെ രണ്ട് എൻസൈംസ് ഉണ്ടല്ലോ. ഗ്ലൂക്കോകൈനേസ് ആണെങ്കിലും ഹെക്സോകൈനേസ് ആണെങ്കിലും ഉണ്ടല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ ഒരു എൻസൈമിന്റെ ആക്റ്റീവ് സൈറ്റിൽ ഒരു സബ്സ്ട്രേറ്റിനല്ലേ ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു താക്കോല് വെച്ചിട്ട് ഒരു താഴല്ലേ തുറക്കാൻ പറ്റുള്ളൂ. അപ്പോ ദാറ്റ് വാസ് വൺ പ്രോബ്ലം. പിന്നെ അത് മാത്രമല്ല, ഇതിനകത്ത് സബ്സ്ട്രേറ്റും എൻസൈമും തമ്മിലുള്ള ബൈൻഡിങ്ങിനകത്തുള്ള റിലീസ് ഓഫ് എനർജി, അതിന്റെ ഡീകമ്പോസിഷനെ പറ്റിയിട്ടൊക്കെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോ ഫിഷേഴ്സ് ലോക്ക് ആൻഡ് കീ മോഡൽ is a negative one because of the rigidity of the active site. അപ്പോ ആക്റ്റീവ് സൈറ്റ് എന്താണ് ഞാൻ പറയാം കേട്ടോ. പക്ഷെ ഇതനുസരിച്ചിട്ടാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആക്റ്റീവ് സൈറ്റ് എന്തോ ഒരു പ്രീ ഡിറ്റർമിൻഡ് അല്ലെങ്കിൽ പ്രീ ഷേപ്ഡ് സ്ട്രക്ചർ ആവണം സബ്സ്ട്രേറ്റ് മോളിക്യൂളിനെ ഫിറ്റ് ചെയ്യാൻ. പക്ഷെ ഇതേപോലെ റിവേഴ്സിബിൾ റിയാക്ഷൻ ഒന്നും നടക്കില്ല. അതുപോലെ ഒരേ തരത്തിലുള്ള സബ്സ്ട്രേറ്റ്, രണ്ട് സബ്സ്ട്രേറ്റ് എൻസൈമും ഒക്കെ ഉണ്ടെങ്കിൽ, അല്ല ഒരു സബ്സ്ട്രേറ്റിന് തന്നെ രണ്ട് എൻസൈം ഉണ്ടെങ്കിൽ അതൊക്കെ പാകപ്പിഴകളാണ്. So the disadvantages of Fisher's lock and key model is that it cannot explain the mechanism of reversible enzymes or enzymes which catalyze reversible reactions. And ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒന്നിൽ കൂടുതൽ എൻസൈംസ് ഉള്ള സബ്സ്ട്രേറ്റിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ that is how Koshland's described the induced fit hypothesis. അപ്പൊ this is the more accepted model. In this പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇൻഡ്യൂസ്ഡ് ഫിറ്റ് ആയിട്ടുള്ളതാണ്. ഓക്കെ, അതായത് there is a rigid structure in the active site of an enzyme, okay, that modifies itself according to the structure of the substrate. This was proposed in 1958 or something. Okay, so the enzyme molecule will not retain the original shape of the and structure of the protein. The enzyme protein ആണല്ലോ. അപ്പൊ ആ substrate molecule will induce certain configurational, geometrical, conformational changes in the active site of the enzyme. As a result of that, the enzyme will be forced to fit into the configuration of the substrate. Okay? അപ്പോ ഇതാണ് സംഭവിക്കുന്നത്. അപ്പോ ഇതിനകത്ത് എൻസൈമിനും ചേഞ്ച് നടക്കുന്നുണ്ട്, സബ്സ്ട്രേറ്റിനും നടക്കുന്നുണ്ട്. ബോത്ത് സബ്സ്ട്രേറ്റ് ആൻഡ് എൻസൈം വിൽ അണ്ടർഗോ കൺഫർമേഷണൽ ചേഞ്ച് ആൻഡ് ഫോം ദി സബ്സ്ട്രേറ്റ് എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ്. ഓക്കെ, അപ്പൊ ഒരു മോശമായിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ആണെങ്കിൽ ഇറ്റ് കാനോട്ട് ഫോം ദി ഇറ്റ് കാനോട്ട് റിയാക്ട് വിത്ത് ദി ആക്റ്റീവ് സൈറ്റ് ഓഫ് ദി enzyme. Okay, so this is what are the two hypotheses regarding this thing. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഇനി പറയാൻ പറ്റുന്നത് ഇതാണ് ആക്ച്വലി നടക്കുന്നത്. എൻസൈം ഷുഡ് ബൈൻഡ് ടു ദി സബ്സ്ട്രേറ്റ് ആൻഡ് ഫോം ദി എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് which dissociates into the enzyme and the product. Okay, അപ്പോൾ this is here you can see the substrate
binding to the enzyme, forming the enzyme product complex. അപ്പൊ ഈ വന്ന് ബൈൻഡ് ചെയ്യുന്ന സ്ഥലം ആണ് ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആക്റ്റീവ് സൈറ്റ് ഇസ് ദ പ്ലേസ് വേർ ഓഫ് ദി എൻസൈം, പ്രോട്ടീൻ ആണ്, അവിടെ ആണ് ഈ പറയുന്ന സബ്സ്ട്രേറ്റ് വന്ന് ബൈൻഡ് ചെയ്യുന്നത്. ഈ ആക്റ്റീവ് സൈറ്റും ഉണ്ട്, ഇതിനകത്ത് കാറ്റലിറ്റിക് സൈറ്റും ഉണ്ട്. അപ്പൊ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്ന സ്ഥലം, കാറ്റലിറ്റിക് സൈറ്റ് ഒക്കെ ഒരേ സ്ഥലം തന്നെ, പക്ഷെ ആക്റ്റീവ് സൈറ്റിലുള്ള റെസിഡ്യൂസ് സബ്സ്ട്രേറ്റ് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ഷൻ ഇല്ല. കാറ്റലിറ്റിക് സബ് യൂണിറ്റ് അല്ലെങ്കിൽ സൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്തെ അമിനോ ആസിഡ്സ് ആണ് സബ്സ്ട്രേറ്റിനായിട്ട് ഇന്ററാക്ഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ആ ഇന്ററാക്ഷനെ പറ്റി ഞാൻ പറയാം. അപ്പൊ ഞാൻ ആക്റ്റീവ് സൈറ്റിനെ പറ്റി പറയാം. അപ്പൊ ഇത് കഴിയുമ്പോൾ എൻസൈമും സബ്സ്ട്രേറ്റ് കോംപ്ലക്സിന്റെയും ഇന്ററാക്ഷന്റെ അടിസ്ഥാനത്തിൽ പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പൊ ഈ ആക്റ്റീവ് സൈറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ കോ എൻസൈമും കോ ഫാക്ടറും ഒക്കെ ഉണ്ട് കേട്ടോ. അവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ്, പ്രോട്ടീനും കൂടി ചേർന്നിട്ടാണ് എൻസൈമും പ്രോഡക്റ്റും കൂടി ഫോം ചെയ്യണേ. അത് കഴിഞ്ഞിട്ട് എൻസൈം ഇസ് റീറ്റെയിൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി റിയാക്ഷൻ ആൻഡ് പ്രോഡക്റ്റ് ഇസ് റിലീസ്ഡ്. So this can be a model for the Koshland's induced fit model. Okay, so actually what is that? The distinguishing feature of the enzyme catalyzed reaction is that it takes place in a pocket, you can see here. Okay, and this pocket on the enzyme is called the active site. The molecule which binds to this pocket, okay, in the active site. അപ്പൊ സബ്സ്ട്രേറ്റിന് അനുയോജ്യമായിട്ടുള്ള തരത്തില് ഈ ആക്റ്റീവ് സൈറ്റിലുള്ള അമിനോ ആസിഡ്സിന്റെ റെസിഡ്യൂസ് അലൈൻ ചെയ്ത് ഇന്ററാക്ഷൻ ഉണ്ടാവും. ഓക്കെ ഓക്കെ, ആ മോളിക്യൂളിനാണ് സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ദ സർഫസ് ഓഫ് ദി ആക്റ്റീവ് സൈറ്റ് ഇസ് ലൈൻഡ് വിത്ത് അമിനോ ആസിഡ് റെസിഡ്യൂസ്. ആ അമിനോ ആസിഡ് റെസിഡ്യൂസിന് അതിൻ്റെതായ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ്സ് ഉണ്ട്. ഇപ്പൊ 7-3 ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് OH ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. ഓക്കെ, എന്നിട്ട് ഈ അമിനോ ആസിഡ് റെസിഡ്യൂസിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റ് ഗ്രൂപ്പ് സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യും. ദാറ്റ് ഇവൻച്വലി റിസൾട്ട്സ് ഇൻ ദി കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദി സബ്സ്ട്രേറ്റ് ഇൻ ടു ദി പ്രോഡക്റ്റ്. ഓക്കെ, ഹിയർ യു ക്യാൻ സി E is the enzyme, S is the substrate and P is the product. Okay, അപ്പൊ ഈ കാറ്റലിസ്റ്റ് റിയാക്ഷന്റെ ഇക്വിലിബ്രിയെ എഫക്ട് ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കണം. അത് എൻസൈം വർക്ക് ചെയ്യണത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് നമ്മളിപ്പോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് എൻ ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, സോ ലെറ്റ്സ് ജസ്റ്റ് സീ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ദി ആക്റ്റീവ് സൈറ്റ്. ഓക്കെ, so it is important that we discuss what is active site. So this is the region where the enzyme and substrate undergo chemical reaction. Okay, so the active site is the place where the substrate and enzyme undergo chemical reaction. Okay, substrate and enzyme undergoes chemical reaction. Active site consists of amino acid residues. Okay, they form temporary bonds with the substrate. Okay, that place is called the binding site or the catalytic site. Above active site nagathu catalytic site munde, adu koolade you also have some residues which form the holding amino acids nu parayum. Okay, active site ഒരു 10-20% സ്ഥലം മാത്രമേ ഇതിൽ ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. ആക്റ്റീവ് സൈറ്റ് ഒരു 10-20% ഓഫ് ദി എൻസൈം മാത്രമേ ഓക്യുപ്പൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ആൻഡ് മോസ്റ്റ്ലി ദി സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ആർ മച്ച് സ്മോളർ ദാൻ ദി എൻസൈം മോളിക്യൂൾസ്. അപ്പോൾ ദേ ബൈൻഡ് ടു എ സ്പെസിഫിക് സൈറ്റ്. ഓക്കെ, ദിസ് ഇസ് എ 3-dimensional സൈറ്റ്. ഓക്കെ, ദിസ് സൈറ്റ് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ പ്രോട്ടീനകത്തെ ടെർഷ്യറി ക്വാട്ടർണറി സ്ട്രക്ചറിനകത്തൊക്കെ ഉള്ളപ്പോഴാണ് ഈ ആക്റ്റീവ് സൈറ്റ് എന്ന സംരംഭം യാഥാർത്ഥ്യമാവുന്നത്. ഓക്കെ, ഈ സ്ഥലത്ത് ഇറ്റ് ഫോംസ് ഓൺലി എ വെരി സ്മോൾ പാർട്ട് ഓഫ് ദി എൻസൈം. ഞാൻ പറഞ്ഞില്ലേ 10-20% പാർട്ട് ഓഫ് ദി എൻസൈം മാത്രമേ ഇതിനകത്ത് ഉള്ളൂ. ഇറ്റ്സ് എ 3-dimensional സ്ട്രക്ചർ. ഓക്കെ, സോ ഇറ്റ്സ് എ 3D structure. 3D structure. Okay, so it is usually a cleft or a crevice. ഒരു വലിയൊരു ഗർത്തം പോലത്തെ സ്ഥലമാണ്. ഇറ്റ് ഇസ് ലൈക്ക് എ ഗ്രൂവ്, അങ്ങനെ പറയാം.
or a pocket which occupies a small region on the outer surface of the enzyme molecule. അപ്പം ആക്റ്റീവ് സൈറ്റ് ഉണ്ടാക്കുന്നത് പല നമുക്ക് 3D സ്ട്രക്ചറിനെ പറ്റി ഓൾറെഡി അറിയാം. ഓക്കെ, 3D സ്ട്രക്ചറിനെ പറ്റി വി നോ ദാറ്റ് കൺഫർമേഷണൽ ചേഞ്ച് അടുത്തുള്ള അമിനോ ആസിഡ് ഒക്കെ ബൈ വെർച്യൂ ഓഫ് വീക്ക് ഇന്ററാക്ഷൻസ് അകന്ന് നിൽക്കുന്ന അമിനോ ആസിഡ് ഒക്കെ അടുത്തടുത്തേക്ക് വരും. സോ ദിസ് ആക്റ്റീവ് സൈറ്റ് ഇസ് ഓപ്റ്റിമൈസ്ഡ് ടു ബൈൻഡ് എ പെർട്ടിക്കുലർ സബ്സ്ട്രേറ്റ് ആൻഡ് കാറ്റലൈസ് എ പെർട്ടിക്കുലർ റിയാക്ഷൻ. സോ ദർ ഇസ് ഹൈ സ്പെസിഫിസിറ്റി വിത്ത് ദി സബ്സ്ട്രേറ്റ്. ഓക്കെ, സോ ദർ ഇസ് ഹൈ specificity with the substrate. അപ്പോൾ നേരത്തെ induced fit മോഡലിന്റെ കാര്യം പറഞ്ഞ പോലെ an active site can catalyze reaction if there is the substrate ന്റെ സ്ട്രക്ചറുമായിട്ട് അലൈൻ ചെയ്താണ് അത് നിൽക്കുന്നതെങ്കിൽ. So there should be no alteration of the residues in the active site. Okay, ഈ active site ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു 129 അമിനോ ആസിഡ് ഉള്ള ഒരു പ്രോട്ടീൻ ആണെന്ന് വിചാരിച്ചു. അതിലെ ആക്റ്റീവ് സൈറ്റ് ഫോം ചെയ്യുന്ന അമിനോ ആസിഡ് ചിലപ്പോൾ 10, 52, 90, 101 എന്നൊക്കെ അടുത്തടുത്ത് വേണമെന്നൊന്നുമില്ല. ആ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ സെറിൻ, അസ്പാർട്ടേറ്റ്, ലൈസിൻ, ഹിസ്റ്റിഡിൻ, സിസ്റ്റിൻ, തൈറോസിൻ ഇതെല്ലാം ആക്റ്റീവ് സൈറ്റിൽ കാണുന്ന അമിനോ ആസിഡ്സ് ആണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് serin. Okay, so the arrangement of the side chains in the active site should be well defined. അങ്ങനെയാണെങ്കിൽ സബ്സ്ട്രേറ്റ് ആയിട്ട് സ്പെസിഫിസിറ്റി കാണിക്കുള്ളൂ. ഓക്കെ, സോ സബ്സ്ട്രേറ്റ് സ്പെസിഫിസിറ്റി is a crucial factor. Okay, and there should be alignment of the groups of the active site with the substrate. Okay, ഇതിനകത്ത് വാട്ടർ മോളിക്യൂളുകൾ മിക്കവാറും ഉണ്ടാവില്ല. ഓക്കെ, കോഎൻസൈംസും കോഫാക്ടേഴ്സ് ഒക്കെ പ്രസന്റ് ആയിരിക്കും ആക്റ്റീവ് സൈറ്റിനോട് ചേർന്നിട്ട്. ആക്റ്റീവ് സൈറ്റിൽ പ്രധാനമായിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ബൈൻഡിങ് സൈറ്റും കാറ്റലിറ്റിക് സൈറ്റുമാണ്. അപ്പൊ ആക്റ്റീവ് സൈറ്റിനകത്ത് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് സൈറ്റും അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാറ്റലിറ്റിക് സൈറ്റ് ആണ് ഡയറക്റ്റ് ആയിട്ട് സബ്സ്ട്രേറ്റ് ബൈൻഡിങ് ആൻഡ് കാറ്റലിറ്റിക് സൈറ്റ്. Okay, so then the configuration will only change when the substrate approaches. Okay, so these are some of the natural characteristics of the active site. I hope it's clear. Okay, so now we'll go. അപ്പൊ ഇതാണ് അതിന്റെ അടിസ്ഥാനം. അപ്പൊ ആക്റ്റീവ് സൈറ്റിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്തിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഞാൻ നേരത്തെ പറഞ്ഞു കാറ്റലിസ്റ്റ് ഡു നോട്ട് അഫക്ട് ദി റിയാക്ഷൻ റേറ്റ് ആസ് ഇറ്റ് ഈസ്, ബട്ട് വാട്ട് ഡസ് ഇറ്റ് ഡു? ചേഞ്ച് ഇൻ ഇതിനകത്ത് കാണുന്ന ഡയഗ്രാം എന്ന് പറയുന്നത് ഇതിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഒരു ഫ്രീ എനർജിയുടെ പ്ലോട്ടാണ്. The concept that I'm going to tell is how enzymes lower activation energy. Okay, how enzymes lower activation energy of the substrate. ഇപ്പൊ ഇതിനകത്തെ ഫ്രീ എനർജി ഒരു സബ്സ്ട്രേറ്റ് പ്രൊഡക്റ്റ് ആവുന്നതിന്റെയാണ് ഈ കൊടുത്തേക്കുന്നത്. It describes the energy changes during the reaction. So there is something called as a transition state that takes place here. Okay, transition state എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിനകത്ത് കാണുന്നത്. ഒരു ഇക്വിലിബ്രിയം റീച്ച് ചെയ്യണത് ഒരു സബ്സ്ട്രേറ്റും പ്രോഡക്റ്റും ആവാൻ. ഓക്കെ, ആദ്യം ഇതിനകത്ത് എൻസൈം സബ്സ്ട്രേറ്റുമായിട്ട് ബൈൻഡ് ചെയ്യണം. ഓക്കെ, ഇതിൽ കൊടുത്തേക്കുന്ന ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എനർജി ഇൻ ബയോളജിക്കൽ സിസ്റ്റംസ് ഇസ് ഓൾവേസ് ഡിസ്ക്രൈബ്ഡ് ഇൻ ടേംസ് ഓഫ് ഡെൽറ്റ ജി. ഓക്കെ, ഇതിനകത്തെ കോർഡിനേറ്റിനകത്ത് കൊടുത്തേക്കുന്നത് ഫ്രീ എനർജി ഇസ് പ്ലോട്ടഡ് അഗെയിൻസ്റ്റ് ദി സിസ്റ്റം. Okay, free energy is plotted against the reaction coordinate of the system. അപ്പൊ സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമുക്ക് ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഇതിനകത്തെ ഫ്രീ എനർജിയുടെ കോൺട്രിബ്യൂഷൻ ആണ് ഫ്രോം ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു ദി ഫോർമേഷൻ ഓഫ് ദി പ്രോഡക്റ്റ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ, പ്രഷർ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഉള്ള ഡെൽറ്റ ജിയുടെ വ്യത്യാസമാണ് ഈ കാണിക്കുന്നത്. അതായത് എൻസൈം ഇല്ലായിരുന്നെങ്കിൽ
ഓക്കെ, ആ ടൈം എത്ര എടുക്കും എന്നുള്ളതാണ്. ഇൻ ദ പ്രസൻസ് ഓഫ് എൻസൈം ആൻഡ് ഇൻ ദി ആബ്സെൻസ് ഓഫ് എൻസൈം വാട്ട് ടേക്സ് പ്ലേസ് ഹിയർ. ഓക്കെ, സോ ദർ ഇസ് എ ബയോകെമിക്കൽ സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ച്. എൻസൈം യഥാർത്ഥത്തിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്, റേറ്റ് ലോവറിങ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the time taken for the substrate to convert into the product. Enzymes will enhance the reaction rate by lowering the activation energy. Okay, അപ്പോൾ ഇതിനകത്ത് lowering the activation energy. So the activation energy for conversion of S to P is given by the delta G. Okay, അപ്പോൾ ഇതിനകത്ത് കാണുന്നത് എന്താ വെച്ചാൽ there is an energy barrier between S and P. Okay, and the energy required for the reacting groups to form, അതായത് ഈ പറഞ്ഞ പോലെ സബ്സ്ട്രേറ്റും എൻസൈമും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള മറ്റേ ആക്റ്റീവ് സൈറ്റിന്റെ ബൈൻഡിങ്ങിന്റെ ഒക്കെ അടിസ്ഥാനത്തില് ഈ എനർജി ബാരിയർ കുറയ്ക്കും എൻസൈംസ്. എങ്ങനെ കുറയ്ക്കും? ഇറ്റ് വിൽ എനേബിൾ ഇറ്റ് ടു അച്ചീവ് a transition state. Okay, a transition state quickly. The transition state is not of any significance and should not be confused with ES or EP. Okay, so catalysts enhance the reaction rate by lowering the activation energy. Okay, so the role of the enzyme is to accelerate the interconversion of S to P. Okay, so by lowering the activation energy, and in the process the enzyme is not used up. Then ഇതിനകത്തുള്ള equilibrium point is not affected also because the rate of the reaction is increased. Okay, so this is what activation energy is. Activation energy are energy barriers to chemical reactions. അപ്പോ ഈ പറഞ്ഞ റേറ്റ് എൻസൈം വ്യത്യാസപ്പെടുത്തിയില്ലെങ്കിൽ ഈ ആക്ടിവേഷൻ ബാരിയർ ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഈ എനർജി ബാരിയറിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇപ്പൊ ബയോസിന്തസിനകത്തും ബ്രേക്ക് ഡൗണിനകത്തും ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന കോംപ്ലക്സ് മോളിക്യൂളുകളെ അവർ സ്പോണ്ടേനിയസ് ആയിട്ട് ഇതുപോലെ കൺവേർഷൻ ഒന്നും നടത്തില്ല. അപ്പൊ ദിസ് ഇസ് വാട്ട് ദിസ് എൻസൈംസ് ഡസ്. ഓക്കെ, സോ ഈ പറഞ്ഞ ബൈൻഡിങ് എനർജി എന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. ബൈൻഡിങ് എനർജി is the source of free energy used by enzymes to lower activation energy. Okay, അപ്പൊ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞത് ഇതും കൂടി ചേർത്ത് വായിക്കണം. Enzymes are very specific to substrates. അപ്പൊ അതിനകത്തെ ആക്റ്റീവ് സൈറ്റ് നേരത്തെ പറഞ്ഞതായിരുന്നു, it can readily discriminate with substrates and non-substrates. Okay, അപ്പോ ഇതിനകത്ത് the arrangement of bonds during the enzyme catalyzed reactions. So എന്താണ് കെമിക്കൽ റിയാക്ഷനിൽ സംഭവിക്കുന്നത്? സബ്സ്ട്രേറ്റിനകത്തെയും എൻസൈമിനകത്തെയും ഫങ്ഷണൽ ഗ്രൂപ്പുകൾ, അതായത് അമിനോ ആസിഡ്, എൻസൈമിനെ പറ്റി പറയുകയാണെങ്കിൽ അതിനകത്തെ അമിനോ ആസിഡ് ചെയിൻസ്, സൈഡ് ചെയിൻസ്, മെറ്റൽ അയോൺസ്, കോ എൻസൈംസ് ഒക്കെ അവരെല്ലാവരും ഒരു സബ്സ്ട്രേറ്റുമായിട്ട് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യും, അത് ആക്ടിവേറ്റ് ചെയ്യും. അപ്പോ വാട്ട് ഹാപ്പൻസ് ടു ദി സബ്സ്ട്രേറ്റ്? ദി സബ്സ്ട്രേറ്റ് ബിക്കംസ് അൺസ്റ്റേബിൾ. അത് ട്രാൻസിഷൻ സ്റ്റേറ്റ് എത്തുന്നവരെ അൺസ്റ്റേബിൾ ആയിരിക്കും. എന്നിട്ട് അതിനെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പൊ താൽക്കാലികമായിട്ട് ഈ സബ്സ്ട്രേറ്റിന്റെ ചില ഗ്രൂപ്പ് ചിലപ്പോ മറ്റേ കോഫാക്ടറിനോ കോഎൻസൈമിനോ കൊടുക്കും, അല്ലെങ്കിൽ ചില ആക്റ്റീവ് സൈറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ള ഇന്ററാക്ഷൻസ് ആക്സിലറേറ്റ് ചെയ്യും. അപ്പോ എൻസൈംസ് വിൽ പ്രൊവൈഡ് എ ലോവർ എനർജി റിയാക്ഷൻ പാത്ത്. ഈ തരത്തിലുള്ള റീഅറേഞ്ച്മെന്റുകളുടെ എല്ലാത്തിന്റെയും കാരണം സബ്സ്ട്രേറ്റും എൻസൈമും തമ്മിൽ ബൈൻഡ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ ഇതുപോലെ നോൺ കോവാലന്റ് ഇന്ററാക്ഷൻസും ഉണ്ട്. എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിൽ നോൺ കോവാലന്റ് ഇന്ററാക്ഷനും ഉണ്ട്. അപ്പൊ ഈ തരത്തിലുള്ള എനർജി ലോവർ ആക്ടിവേഷൻ എനർജിയിലേക്ക് നയിക്കുന്നതിൽ നോൺ കോവാലന്റ് റിയാക്ഷൻസ് ബിറ്റ്വീൻ ദി സബ്സ്ട്രേറ്റ് ആൻഡ് എൻസൈം ഇസ് ഓൾസോ ഇമ്പോർട്ടന്റ്. ഓക്കെ, സോ വാട്ട് സെറ്റ്സ് എൻസൈം അപ്പാർട്ട് ഫ്രം അതർ catalyst is the formation of the enzyme substrate complex. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട E+S gives ES മറ്റേ EP, ES which breaks down to EP. It's not something very simple. അപ്പൊ it is the part of kinetics. നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്ന factors which affect enzyme activity ആണ്. അപ്പോ the interaction between the substrate and enzyme in this complex is mediated by
ഏതൊക്കെ ഫോഴ്സ്, അതായത് പ്രോട്ടീൻ സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ നമ്മൾ വീക്ക് ഇന്ററാക്ഷൻസ് ആദ്യത്തെ സെമിസ്റ്ററിൽ പഠിച്ച എല്ലാ സാധനവും, ഹൈഡ്രജൻ ബോണ്ട്, ഹൈഡ്രോഫോബിക് ബോണ്ട്, അയണിക് ഇന്ററാക്ഷൻ, വീക്ക് ഇന്ററാക്ഷൻ, ഇതെല്ലാം എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സിനകത്തും പ്രായോഗികമാണ്. ഓക്കെ, അതിൽ നിന്നും the energy derived from enzyme substrate interaction is called binding energy, and this binding energy is the source of free energy which is used by enzymes to lower activation energy of reactions. I repeat once again, the interaction between enzyme and substrate to form enzyme substrate complex results in binding energy, which is the major source of free energy. Okay, that is required for the lowering of activation energy. Okay, so that is what is called binding energy. I hope you got that. Okay, concept of law ഇതിനകത്ത് തന്നെ വരുന്ന ടേം ആണ് ബൈൻഡിങ് എനർജി. ചില ടേംസ് നമുക്ക് ഇതിനകത്ത് അറിയണം. ഇപ്പൊ ബൈൻഡിങ് എനർജി ഇപ്പൊ ഞാൻ പറഞ്ഞു, അതുപോലെ ട്രാൻസിഷൻ സ്റ്റേറ്റ്, എൻസൈമും സബ്സ്ട്രേറ്റും ബൈൻഡ് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ വന്നതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ്. ഓക്കെ, സോ ബൈൻഡിങ് എനർജി ഒന്നും കൂടി പറയുന്നു. വാട്ട് ഇസ് ഇറ്റ്? The formation of weak interaction in the enzyme substrate complex is accompanied by the release of free energy which provides stability to the enzyme substrate complex. The energy which is released or derived from this is called binding energy, which enables to lower the activation energy of the reactions. Thereby, substrate is getting converted to product. Okay. How do enzymes lower activation energy? Once again, I am continuing this. How do enzymes lower activation energy? How do enzymes lower activation energy? ഞാൻ നേരത്തെ പറഞ്ഞു, they enhance the rate of the reaction. അത് 10 raised to 6 times ഒക്കെയാണ് മാഗ്നിറ്റ്യൂഡിൽ. Okay, once again I am discussing the concept. First of all, enzymes are catalysts. They convert substrate to product. They enhance the reaction rate. The catalytic groups interact with the substrate and activate it. Okay, so ഈ enzyme substrate complex form ചെയ്യും. That enzyme substrate complex is mediated by weak forces. നമ്മൾ പഠിച്ചിട്ടുള്ള hydrogen bonds, hydrophobic bonds, van der Waals interaction, etc. This is accompanied by a small release of energy which provides the formation of the transition state, and as a result of that the activation energy is lowered. ഇതിന്റെ കൂടെ തന്നെ coenzymes, cofactors എല്ലാം ഇതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യും ട്ടോ. ഓക്കെ, സോ ഇതിന്റെ എല്ലാത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോവർ ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്ന കോൺസെപ്റ്റിനകത്തേക്ക് വരുന്നത്. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാത്തിനകത്തും സ്റ്റാൻഡേർഡ് ഫ്രീ എനർജി ചേഞ്ചും അതിന്റെ യൂസ്ഫുൾനെസ്സും നമുക്ക് പറഞ്ഞേ പറ്റൂ. എവറി മോളിക്യൂൾ, ഈ പടത്തിൽ കാണുന്ന പോലെ എവറി മോളിക്യൂൾ in the ground state, okay, every molecule in the ground state has certain amount of energy. When they undergo a certain chemical reaction, maybe with the enzymes, okay, there is what happens, the free energy change is combined of the reactants and that of the products. Okay, so if the products have lower free energy than the reactants, there it will have a negative sign. അതാണ് ഇത് മിക്കപ്പോഴും നെഗറ്റീവ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് എൻസൈംസ് ഡു. ദേ ആർ പവർഫുൾ കാറ്റലിസ്റ്റ്. 10 raised to 7 to 10 raised to 14 ടൈംസ് അതിന്റെ റേറ്റ് കൂട്ടും. ആ റേറ്റ് കൂട്ടുന്നതിന്റെ അടിസ്ഥാനത്തിൽ there is change in free energy of activation which becomes lower. ഓക്കെ, സോ ഈ ഇതിനകത്തെ അപ്പർ ആരോ കാണിക്കുന്നത് എന്താണ്? ദി ആക്ടിവേഷൻ എനർജി ഫോർ ദി ഫോർവേഡ് റിയാക്ഷൻ. ഓക്കെ, വൈ ആക്സിസിനകത്ത് നമ്മൾ കാണുന്നത് ഇതിനകത്തുള്ള വ്യത്യാസമാണ് ഈ കാണുന്നത്, ആക്ടിവേഷൻ എനർജിയുടെ വ്യത്യാസം. ഓക്കെ, ഫ്രീ എനർജി ഓഫ് ദി റിയാക്ടിംഗ് സ്പീഷീസ്. So the x-axis is called the reaction coordinate. Okay, and that expresses the progress of the reaction. Okay,
and the transition state occurs at the peak of the activation barrier. In order to initiate the reaction, the energy of the substrate molecule should exceed the transition state. Okay, if this barrier is low, okay, the transition state will be more stable and the reaction rate will proceed faster. Okay, so this is the importance of activation energy. Okay, I told you about binding energy. Now what is activation energy? One final time I'm repeating. Activation, I'll just write it down also. Okay, what is activation energy? Activation energy എന്താണ്? What is the difference between activation energy and binding energy? The rate of a chemical reaction depends on how the reacting molecules will collide with each other, and it forms a transition state. So this transition state is something which is very unstable. Okay, so the chemical bonds are in the process of being formed or broken. The energy required to attain the transition state from the ground state is called activation energy. Okay, the energy required to attain transition state. അതാണ് ആക്ടിവേഷൻ എനർജി. പക്ഷെ ബൈൻഡിങ് എനർജി വേറെയാണ്. സബ്സ്ട്രേറ്റ് എൻസൈമും ബൈൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എനർജിയാണ്. ഓക്കെ, സോ ദിസ് ഇസ് എ സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷന്റെ ഒരു സംഭവമാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഓക്കെ, സോ ഇത് വെച്ചിട്ട് അപ്പൊ നമ്മളിത് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടേക്കുന്നത് എന്തൊക്കെയാണ്, എങ്ങനെയാണ് എൻസൈംസ് വർക്ക് ചെയ്യുന്നതിന്റെ എന്നുള്ളതാണ് അടിസ്ഥാനം. ഇനിയിപ്പോ നമുക്ക് കാണുന്നത് എൻസൈമിനകത്ത് ആക്റ്റീവ് സൈറ്റ് ഉണ്ട്, അത് സബ്സ്ട്രേറ്റിനെ ബൈൻഡ് ചെയ്യും. അപ്പൊ അതിന്റെ ഡൈനാമിക്സിൽ വ്യത്യാസം വരുത്തും, അത് പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇതൊക്കെ നമുക്ക് കൈനറ്റിക്സ്, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ പഠിക്കാൻ നമുക്ക് ഇത് വളരെ ആവശ്യം. റേറ്റ് അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ദി റിയാക്ഷൻ പഠിക്കാൻ ഇത് വളരെ സഹായകരമാണ്. ഓക്കെ, ആക്റ്റീവ് സൈറ്റിന്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. രണ്ട് മോഡൽസ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തു, ഫിഷേഴ്സ് ആൻഡ് കോസ്റ്റ്ലൻസ് ഹൈപ്പോത്തസിസ്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പൊ രണ്ട് കോൺസെപ്റ്റുകളാണ്, എൻസൈമും സബ്സ്ട്രേറ്റും തമ്മിലുള്ള ബൈൻഡിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞു, ആക്റ്റീവ് സൈറ്റിനെ പറ്റി പറഞ്ഞു, ലോവറിംഗ് ഓഫ് ആക്ടിവേഷൻ എനർജിയെ പറ്റിയും നമ്മൾ പറഞ്ഞു. ഓക്കെ, നൗ വി ഹാവ് ടു സീ ഹൗ, നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഇതിനകത്ത് പറയാനുണ്ട്, അതെന്തായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.